ഡിവോഴ്സ് ആണ്. ചിഞ്ചുവിന് വേണ്ട 7.5 ലക്ഷം രൂപ. പിന്നെ വേണ്ട എന്താണ്? കുട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരു കാശും വേണ്ട. എനിക്ക് ഇതിലും മേലെയാണ് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, എന്റെ ലോൺ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. കാരണം എനിക്ക് എന്തായാലും ലോൺ അടയ്ക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിബിന്റെ വൈഫും സിബിനുമായിട്ടുള്ള റിലേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. അപ്പോൾ ഞാൻ അത് റിലേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ അപ്ഡേഷനും കൂടി ഒന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ സീരിയസ്ലി എനിക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നലെ സിബിന്റെ പ്രസ് മീറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രസ് മീറ്റിൽ സിബിൻ ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ചിഞ്ചു സിബിന്റെ വൈഫ് അവരും ഇന്നലെയാണ് അവരുടെ ഒരു ഇന്റർവ്യൂ മഴവിൽ കേരളിൽ പബ്ലിഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സംഭവം ഇന്നലെ ഒറ്റ ദിവസമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നടന്ന സ്ഥിതിക്ക് എല്ലാവരും ഒരു ടോക്കുണ്ട്. ഈ പറയുന്ന പോലെ സിബിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂമായിട്ട് പ്രസ് മീറ്റ് വച്ച സമയത്ത് തന്നെ സിബിന്റെ വൈഫ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഇത് സിബിന്റെ വൈഫിനെ ഏഷ്യാനെറ്റ് ഇറക്കിയതാണ്, ഏഷ്യാനെറ്റ് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്ത് അവരിറക്കിയതാണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഒരു ടോക്ക് വന്ന് സിബിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് എന്നിറക്കിയൊരു ടോക്ക് വന്ന്. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഫസ്റ്റ് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പേഴ്സണലി പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഈ പ്രസ് മീറ്റ് ഇന്നലെ ബുധനാഴ്ചയാണ് സംഭവം പ്രസ് മീറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ചൊവ്വാഴ്ചയാണ് സിബിൻ ഒരു പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ഏത് ഇൻസ്റ്റയിൽ വൈകിട്ട് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉണ്ടാകും എന്ന്. പക്ഷേ ഈ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഈ വീക്കിൽ ഉണ്ടാകും എന്ന് കുറച്ച് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു ശനിയാഴ്ച എങ്ങാണ്ടാണ് ഞാൻ അറിയുന്നത്. ശനിയോ ഞായറോ എങ്ങാണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉടനെ സിബിൻ വയ്ക്കും എന്ന് ഞാൻ അറിയുന്നത്. സീരിയസ്ലി ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അറിയുന്നത് സിബിൻ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉടനെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് മൺഡേ ആണോ മൺഡേ രാവിലെ ആണോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ചിഞ്ചു മഴവിൽ കേരളയിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഇന്നലെയാണ് പബ്ലിഷ് ആയിട്ടുള്ളത്. പക്ഷേ ചിഞ്ചു പറയുന്നത് ആ ഇന്റർവ്യൂ കൊടുത്തത് തിങ്കളാഴ്ചയാണെന്നാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്തോ ആണ് ആ ഇന്റർവ്യൂ കൊടുത്തതെന്ന് ചിഞ്ചു പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന മെസ്സേജ് ഞാൻ വയ്ക്കാം. ഞാൻ പേഴ്സണലി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതിനു മുന്നേ ഈ പറയുന്ന പോലെ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. വരാനുള്ള കാരണം തന്നെ ഒരു പക്ഷെ എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് ലൈഫിൽ നടന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും നമുക്ക് ഒരുപോലെ അല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് പറയും എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്ററിനെ സമീപിച്ചിട്ട് പറയും അവളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ അവരെടുത്തിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി. അപ്പൊ അത് കാരണം ഞാനും സൈബർ അറ്റാക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അതുപോലെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൊക്കെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ്. അത് പുള്ളിയുടെ PR ടീം ഉണ്ട്. അപ്പൊ അതില് ഗ്രൂപ്പിൽ കുറച്ച് മെമ്പേഴ്സ് ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ വന്ന് ഇടുന്നുണ്ട് ഇത് കാരണം. അപ്പൊ പുള്ളി ഒന്നുകിൽ ചെയ്യേണ്ടിയിരുന്നത് ഓക്കെ പുള്ളിയുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പേഴ്സണൽ ലൈഫ് നമ്മുടെ ബിഗ് ബോസിൽ പോയിരുന്ന് പറയരുതായിരുന്നു. അപ്പൊ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കുറെ പേര് പറയുന്നുണ്ട് പുള്ളിയുടെ ലൈഫ് സ്റ്റോറി ഒന്നും അതിൽ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ചിഞ്ചു ചേച്ചി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസിൽ വന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് 24/7 കണ്ടവർക്ക്. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ സിബിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സിബിനെ കുറെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ചിഞ്ചു മുന്നോട്ട് വന്നിട്ട് ഒരു വീഡിയോ തന്നെ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂപ്പന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ കമ്പയർ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ സിബിനെതിരെ കുറെ തെളിവുകളും ഒക്കെ ആയിട്ട് ചിഞ്ചു മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാനന്ന് ചിഞ്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ട സ്ഥിതിക്ക് അതിൽ ഒരുപാട് തെളിവ് ഈ പറയുന്ന സിബിനെതിരെ ചിഞ്ചു വയ്ക്കുന്നുണ്ട്. ഓരോ തെളിവും ഓരോന്ന് ചാറ്റും അടക്കം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബ ജീവിതമാകുമ്പോൾ അവിടെ ഉറപ്പായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ അത് പബ്ലിക്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക് എടുത്തിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഇന്റർവ്യൂ വന്നത് ഇന്നലെ ബുധനാഴ്ചയാണ് വന്നിട്ടുള്ളത്. സിബിന്റെ പ്രസ് മീറ്റ് വന്ന അതേ ദിവസം. പക്ഷേ ചിഞ്ചു എനിക്ക് അയച്ചൊരു മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇഫ് ദിസ് ഈസ് റിഗാർഡിംഗ് ദ ഇന്റർവ്യൂ, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാനൽ ഇന്റർവ്യൂ. ഐ ഡിഡ് ദാറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് പ്രസ് മീറ്റ് ഓർ സംതിങ് ദാറ്റ് വാസ് ടേക്കൺ ഓൺ മൺഡേ നോട്ട് ടുഡേ. അതായത് ബുധനാഴ്ച അല്ല ഇത് എടുത്തത്, തിങ്കളാഴ്ചയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ ഹിയർ. ഗെറ്റിംഗ് ത്രെറ്റ്സ്, കോൾസ് ആൻഡ് ബ്ലാക്ക്മെയിൽസ് ഫ്രം പീപ്പിൾ. ഐ റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് വാട്ട് ഹി സെഡ് അബൌട്ട് മീ ഇൻ സോഷ്യൽ മീഡിയ. സോ അറ്റ് ലീസ്റ്റ് ഐ ഷുഡ് ഡു ദാറ്റ് റൈറ്റ്. യു ഓൾ ഹാവ് ഫാമിലി റൈറ്റ്, ഈവൻ ഐ ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിഞ്ചു അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തത് തിങ്കളാഴ്ച എന്നാണ് ചിഞ്ചു പറയുന്നത്.
അപ്പോൾ ഞാൻ വേറൊരു കമന്റ് ഞാൻ കൊടുക്കാം. ഈ കമന്റ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമന്റാണ്. അപ്പോൾ അതിന് ആ കമന്റ് ഞാൻ ആദ്യം വായിക്കാം. ചിഞ്ചു ഇട്ടിട്ടുള്ള ഒരു കമന്റാണ്. സിബിന്റെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചെന്നോ, അതായത് സിബിനെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചെന്നോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന്റെ അകത്തുള്ള പ്രകടനമൊക്കെ പിന്നെ ഡ്യൂപ്പ് ചെയ്തതാണോ? ഇതെന്താ സിനിമയോ? ഇയാൾ റിയൽ ലൈഫ് പോലും ഇതുപോലെ മെന്റൽ ഇഷ്യൂ ഉള്ള പോലെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിക്ടിം കൂടിയാണ് ഞാൻ. ഈ കമന്റ് ഇടുമ്പോൾ എന്നെ കൊണ്ട് വന്നത് ഏഷ്യാനെറ്റോ വല്ല കണ്ടസ്റ്റന്റിന്റെയോ PR ആണെന്ന് ചോദിച്ചു വരണ്ട. അപ്പോൾ കാര്യം പിടിയിട്ടല്ലോ. ഹി ഹാഡ് ട്രൈഡ് സ്റ്റാബിങ് മീ വിത്ത് നൈഫ് ആൻഡ് ഐ ഹാവ് എവിഡൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ കത്തി വെച്ചിട്ട് ശ്രമിച്ചെന്നാണ്, മീൻസ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഈ പറയുന്ന ചിഞ്ചു പറയുന്നുണ്ട്. എന്നിട്ട് ചിഞ്ചു ഇതിൻ്റെ ഒരു ഫോട്ടോയും പുറത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസിൽ മെന്റലി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു ഇമേജ് കാണാൻ ഇടയായി. സെയിം വേ ഇൻ 2015 ഹി ഡിഡ് ടു മീ. അപ്പോൾ ബിഗ് ബോസിൽ ഡിപ്രസ് ആയിട്ടിരിക്കുന്ന സിബിന്റെ ഒരു ഇമേജ് കണ്ടെന്ന് ചിഞ്ചു പറയുന്നു. അതേപോലെ 2015 ഇരുന്നെന്ന് പറഞ്ഞിട്ട് സിബിന്റെ ഒരു ഫോട്ടോയും ചിഞ്ചു തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഞാനിതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കത്തി കൊണ്ട് ചിഞ്ചു ഇതുപോലെ എന്തെങ്കിലും സിബിൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ചിഞ്ചു അന്ന് കേസ് കൊടുത്തില്ല? ഇതിൽ പരം വേറൊരു സംഭവം ചിഞ്ചുവിൻ്റെ ലൈഫിൽ വരാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാള് ചിഞ്ചുവിന് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം എന്താണ് ചിഞ്ചുവിന് ഇനി ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അപ്പോൾ അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചിഞ്ചു പറയുന്നതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രസ് മീറ്റിന്റെ അന്ന് തന്നെയാണ് ഈ ഇന്റർവ്യൂവും വരുന്നത്. അതിലെന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ പുറകിൽ എന്തെങ്കിലും കള്ളക്കളികളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്ക് സീരിയസ്ലി പറയാൻ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു, ഒരുപാട് സിബിന്റെ ഒട്ടുമിക്ക ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ ഇന്റർവ്യൂവിൽ പോലും ചിഞ്ചുവിനെ വന്നിരുന്ന കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല. ഒറ്റ ഇന്റർവ്യൂവിൽ പോലും ഞാൻ കണ്ടില്ല, മനസ്സിലായി. പക്ഷേ ചിഞ്ചു ആ സ്ഥാനത്ത് ഒരുപാട് തെളിവുകൾ അടക്കം വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിബിനും ഞാനും സംസാരിച്ച സിബിനിൽ എനിക്ക് മനസ്സിലായി സിബിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ അതൊന്നും അവന് പബ്ലിക്കിൽ കൊണ്ടിട്ട് നാറ്റിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സിബിന്റെ ഒരു ടോക്ക്. അത് നിയമപരമായി നടക്കുന്ന കേസ് നിയമപരമായി സിബിന് ഫേസ് ചെയ്യാൻ മതി, ഇത് കോടതിയല്ല യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് സിബിൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ. അപ്പോൾ ഞാനൊരു കേസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ട്രിഗർ അടിച്ചതെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം സിബിനുമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടന്നിട്ട് ഈ പറയുന്ന ചിഞ്ചു മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോയി ഇത്ര ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ചിഞ്ചു ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ആ നാട്ടുകാർക്ക് ഡൗട്ട് അടിക്കും. അതിൽ ജനങ്ങളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നു, ഈ സമയത്ത് എന്താ ചിഞ്ചു ഇങ്ങനെ മുന്നോട്ട് ഇന്റർവ്യൂ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു. പിന്നെ ചിഞ്ചു തന്നെ പറയുന്നുണ്ട് ചിഞ്ചുവിന് ഇതൊന്നും ഇങ്ങനെ സംസാരിക്കാനുള്ള താല്പര്യമില്ല കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിഞ്ചു തന്നെ ഒരു ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നു സിബിനെതിരെ. അതൊക്കെ കാണുമ്പം ആർക്കായാലും ഒരുമാതിരി സംശയം അടിക്കും, മനസ്സിലായി. പേഴ്സണലി ഞാൻ പറയാം, അന്ന് ആ മൂപ്പനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിഞ്ചു വീഡിയോ ഇട്ടപ്പോൾ ഓക്കെ ഫൈൻ, അത് ചിഞ്ചു അവിടെ എവിഡൻസ് അടക്കം സബ്മിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടു. പക്ഷെ വീണ്ടും വന്നിട്ട് ഈ പറയുന്ന പോലെ സിബിനെതിരെ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നു, എന്നിട്ട് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറയേണ്ടെല്ലാം വിളിച്ച് പറയും, കാണിക്കേണ്ടെല്ലാം കാണിച്ചിട്ട് അവസാനം ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. സീരിയസ്ലി ഞാൻ പറയാം, മനസ്സിലായോ? ഇപ്പോൾ സിബിനെതിരെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് വരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന ചിഞ്ചുവിന്? അതിന് മാത്രം എന്താണ് നടന്നത്? ഒരു ഇന്റർവ്യൂലോ ഒരു വീഡിയോയിലോ ഈ പറയുന്ന ഒരു ബിഗ് ബോസ് ഹൗസിലോ പോയിട്ട് ഒരിക്കലും അവിടെ സിബിൻ ചിഞ്ചുവിനെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ചിഞ്ചു പ്ലീസ് എനിക്ക് അയച്ചു തരണം. ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ കൂടി ചിഞ്ചുവിനെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ അടക്കം കൊടുത്തതിന് ശേഷം നമ്മൾ ജനങ്ങൾ തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ചിഞ്ചു ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്തായാലും നമ്മുടെ 4th ജംഗ്ഷനിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സിബിൻ, ചിഞ്ചു, പിന്നെ 4th ജംഗ്ഷൻ, പിന്നെ വേറെ ഒരു ഡാനിയൻ തോന്നുന്നു, ആ പയ്യനാണെന്ന് തോന്നുന്നു, അവരും 4 പേരും കൂടിയുള്ളൊരു വീഡിയോ കോൺഫറൻസ് കണ്ടിട്ടുണ്ട്. ഞാൻ അത് എന്തായാലും സൈഡിൽ ഇവിടെ ഒന്ന് ഫസ്റ്റ് കൊടുക്കാം. ഡിവോഴ്സ് ആണ് ചിഞ്ചുവിന് വേണ്ട 7.5 ലക്ഷം രൂപ. പിന്നെ വേണ്ട എന്താണ്? കുട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, എനിക്ക് ഒരു കാശും വേണ്ട. എനിക്ക് ഇതിലും മേലെയാണ് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, എന്റെ ലോൺ നിങ്ങൾ അടക്കേണ്ടതാണ്. കാരണം എനിക്ക് എന്തായാലും ലോൺ അടയ്ക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ടി എടുത്ത കാശല്ല. എന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടാണ് ആ 2 ദിവസം വീട്ടിൽ എന്റെ മാരേജ് നടത്തിയത്. 2 ദിവസത്തെ കല്യാണമായിരുന്നത്. അത് അത്രയും ക്യാഷ് നിങ്ങൾക്ക് ചിഞ്ചുവിന് വേണ്ടത് 7.5 ലക്ഷം രൂപ. ചിഞ്ചു പറയുന്നൊക്കെ പച്ചക്കള്ളമാണ്. 7.5 ലക്ഷം രൂപ ഞാൻ അടയ്ക്കണം. ഓക്കെ, പിന്നെ 7.5 ലക്ഷം അടയ്ക്കണം. 7.5 ലക്ഷം എന്തുവാണ്? 7.5 ലക്ഷം രൂപ അടക്കണം. പിന്നെ ചിഞ്ചുവിന്റെ നമ്മുടെ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വേറെ എന്താ ഡീല്? ഈ രണ്ട് കാര്യങ്ങൾ ഒരു മിനിറ്റ്, ഈ 2 കാര്യങ്ങൾ അംഗീകരിക്കൂ. ചിഞ്ചു ബാങ്ക് കോർട്ടിലേക്ക് വാ, നമുക്കിത് സെറ്റ്.
ഈ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും വലിയ സംഭവം? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ ഒരു 2 കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, 7 ലക്ഷം രൂപയ്ക്ക് മകന്റെ കാര്യത്തിന്. ഈ മകന് ഈ പറയുന്ന പോലെ സിബിൻ തന്നെ 25,000 രൂപ എന്തോ വെച്ച് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിഞ്ചു തന്നെ അങ്ങനെ അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അന്നത്തെ ആ വീഡിയോയിൽ. പിന്നെ എന്താണ് മകന്റെ കാര്യം നോക്കിയല്ലേ സിബിൻ? അവിടെ സെറ്റിൽ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പബ്ലിക്കിലാ പറഞ്ഞത്. 7 ലക്ഷം രൂപ ലോൺ അടക്കണം. ഈ ലോൺ ഞാൻ ക്ലോസ് ചെയ്യും, എന്റെ മോന്റെ സകല കാര്യങ്ങളും ഞാൻ നോക്കും. ഈ 2 കാര്യങ്ങളും ഞാൻ എഗ്രി ചെയ്യുന്നു. ചിഞ്ചു എനിക്ക് ഡിവോഴ്സ് തരാന്ന് പബ്ലിക്ക് പറഞ്ഞു. ഇനി വാ, ഇതൊന്നും ഞാൻ ശരിക്കും കൺക്ലൂഡ് ചെയ്തോട്ടെ. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോളൂ. മര്യാദയ്ക്ക് സമ്മതിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ചിഞ്ചുവിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ്. ചിഞ്ചുവിന്റെ ഡിവോഴ്സ് അല്ല, ചിഞ്ചുവിന്റെ ഉദ്ദേശം ഡിവോഴ്സ് അല്ല, നമ്മളെ എന്നെ പബ്ലിക്കിൽ തേജോവധം ചെയ്യുക. അതാണ് ചിഞ്ചുവിന്റെ ആവശ്യം. വേറെ സിബിൻ ഇവിടെ പറയുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ട്രിഗർ അടിക്കുകയാണ്. കാരണം ഈ പറയുന്ന പോലെ ഒരു 7 ലക്ഷം രൂപയും മകന്റെ ചെലവും നോക്കണം, അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് തരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കുന്ന ഒരു ചിഞ്ചുവിന്റെ വർത്തമാനം പോലെയാണ് എനിക്ക് പേഴ്സണലി ഇവിടെ ഫീൽ ആവുന്നത്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്, മനസ്സിലായ? അപ്പോൾ ഒരു ഡിവോഴ്സ് എങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കൂ, പക്ഷെ അങ്ങനെ അല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കിടന്ന് കളിക്കുമ്പോൾ എന്തോ എനിക്ക് ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണ്. എന്തായാലും ബാക്കി കേൾക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ലൈവ് ഇറങ്ങി പോകുന്നില്ല? ഒരു മാനസില്ലേ, ഒരു ലൈവ് നമ്മൾ ഇട്ടു, അതൊരു മാന്യമായിട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്തോട്ടെ. മാന്യമായി ഞാൻ പറയണതാ, ഞാൻ തയ്യാറാണ്. ഇനി നമുക്ക് എന്താണ് ഇതിന് വേണ്ടത്? ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ ആണ് വേണ്ടത്. സൊല്യൂഷൻ ആണ് വേണ്ടത്. സിബിൻ പറയുന്നത് സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞത് ഇത് കൺക്ലൂഡ് ചെയ്യാം ബ്രോ, ഇത് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ കൂടെ നിന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞു. അതായത് സിബിൻ പറയുന്നതാണ്, കാരണം ഇപ്പൊ നിങ്ങൾ 2 പേരും ആവശ്യം വെച്ച് ഈ പ്രോബ്ലം സോൾവ് ആകുക. അതേ കണക്ക് തന്നെ ഈ ചിഞ്ചുവിന് വരുന്ന ഈ സൈബർ അറ്റാക്ക്, അതായത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതുങ്ങൾ നിർത്തുക. ഈ ബാക്കിയുള്ള ഈ ഏത് ആർമിക്കാരാണെങ്കിലും ദയവ് ചെയ്ത് ആ പെൺകുച്ചിന് പോയിട്ട് മെസ്സേജ് ഒന്നിട്ട് ഇതാക്കരുത്. ഓക്കെ, ഏത് ആർമിക്കാരാണ് ദയവ് ചെയ്തിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ സിബിൻ പറഞ്ഞ കണക്ക് സിബിൻ ഇപ്പൊ ചിഞ്ചു പറഞ്ഞ അത് ഓൾറെഡി എഗ്രി ചെയ്തിട്ട് ഇത്രയും ആൾക്കാരെ ഫ്രണ്ട് ആണ് എഗ്രി ചെയ്തേക്കുന്നത്. ലോൺ ക്ലോസ് ചെയ്ത് വീടിന്റെ ഡോക്യുമെന്റ് ചിഞ്ചുവിന്റെ കൈ തരും. എന്റെ മകന്റെ മുഴുവൻ ചെലവും ഉത്തരവാദിത്വം ഞാൻ നോക്കും. ഓക്കെ, സോൾവ് ആണ്. സിബിനോടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? എനിക്കറിയില്ല. അപ്പോൾ ചിഞ്ചുവിനും ഇത്രയും മതി എന്നാണ് ചിഞ്ചു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ബാക്കിയായിട്ട് നോക്കാം. ഇനി എല്ലാവരും കിടന്ന് അടിപൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. എന്റെ പുള്ളി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് എനിക്ക് അറിയില്ല തീരും. അല്ല, ഒരുപാട് നാളായി സിബിൻ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് ചിഞ്ചു പറയുന്നുണ്ട്. ഓക്കെ, സിബിൻ ഇവിടെ ഇപ്പൊ പബ്ലിക്കായിട്ടാണ് പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ജനങ്ങളും ഉണ്ട്. അപ്പൊ ഇനി ഇത് സിബിൻ ഇതിലൊന്ന് വാക്ക് മാറി കഴിഞ്ഞാൽ ഞങ്ങളും കൂടി പ്രതികരിക്കും. ഉറപ്പായിട്ട് ചിഞ്ചുവിന്റെ കൂടെ തന്നെ നിൽക്കും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും ഇതല്ലേ ചിഞ്ചുവിന്റെ ആവശ്യം, അത് സിബിൻ ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മീഡിയത്തിൽ വന്ന് ചിഞ്ചു ചോദിച്ചു 23 ലക്ഷം രൂപയാണ്. അതിപ്പോ ചിഞ്ചു കുറച്ച് തന്നെ വളരെ നന്ദിയുണ്ട്. അപ്പൊ ചിഞ്ചു കുറച്ച് തന്നെ വളരെ നന്ദിയുണ്ട്. അപ്പം 2,30,000 മതിയോ? നിങ്ങൾ എന്താണ് അതിൽ എഴുതിയേക്കുന്നത്? നിങ്ങൾ എന്തിനാ 23 ലക്ഷം ചിഞ്ചു മതിയോ? അത് 23 ലക്ഷം ലോയർ എഴുതിയ ഡോക്യുമെന്റിലുള്ളതാ. നിങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത്? അപ്പൊ നിങ്ങൾ പെറ്റീഷൻ എടുക്കുക, കാണിക്കൂ. പെറ്റീഷനെ നമ്മൾ അതൊന്നും കാണിക്കേണ്ട, നമ്മൾ ഫൈനലൈസ് ചെയ്ത് ചിഞ്ചു പറയുന്നു 7.5 ലക്ഷം രൂപ ആ ലോൺ ക്ലോസ് ചെയ്ത് ഡോക്യുമെന്റ് തരണം, മോന്റെ സകല ചെലവുകൾ ഞാൻ നോക്കണം, എല്ലാം ഞാൻ സമ്മതിച്ചു, എനിക്ക് മോനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണം ചിഞ്ചു, അതെന്റെ റിക്വസ്റ്റ് ആണ്. മോനെ കാണാനും മോനുമായിട്ട് ഇരിക്കാനുള്ള എല്ലാ അവസരം ഉണ്ടായി, മോന്റെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. പിന്നെ ചിഞ്ചു പറഞ്ഞ പോലെ വീടിന്റെ ഡോക്യുമെന്റ് ലോൺ ക്ലോസ് ചെയ്ത് ചിഞ്ചുന്റെ കയ്യിൽ തരും. ഈ വിഷയം ഇതാണ് സൊല്യൂഷൻ. ഇത് ഞാൻ ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫയൽ ചെയ്യാം. മ്യൂച്വൽ ആയിട്ട് തന്നെ പോവുകയും ചെയ്യാം. ഒരു കാര്യം എനിക്ക് ജസ്റ്റ് ഒന്ന് പറയാണ്ട്, കാരണം ജസ്റ്റ് ഫോർ മൈ സേഫ്റ്റി. ഈ എന്താ പറയാ, നേരത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പുള്ളി തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട്, അതായത് ഒരു ടൈറ്റിലൊക്കെ വെച്ചിട്ട് ഭാര്യ അങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ ടൈറ്റിൽ വെച്ചിട്ട്, സി എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വേറെ ആൾക്കാരല്ലേ ചിഞ്ചു ടൈറ്റിൽ വെക്കുന്ന, ഈ ഉണ്ടാക്കി ഇടുന്നവന്മാരല്ലേ ടൈറ്റിൽ വെക്കുന്നത്? അത് കൊള്ളാമല്ലോ. ഇപ്പൊ ടൈറ്റിലായ കുറ്റം, ടൈറ്റിൽ എല്ലാ യൂട്യൂബ് ചാനലുകളും ഇപ്പൊ ഞാനായാൽ കൂടി മിസ്ലീഡിങ് വയ്ക്കാറുണ്ട്. കാരണം ക്ലിക്ക് ബൈറ്റ് തമ്മിൽ വയ്ക്കാറുണ്ട്. അതിലിപ്പോ എന്താണ് ഇരിക്കുന്നത്? ഇപ്പൊ അതായ പ്രശ്നം. ഇപ്പൊ സിബിനല്ലേ പ്രശ്നം, ടൈറ്റിലായ പ്രശ്നം. നിശാന്ത്, ഞാനും പുള്ളിയോട് കുറെ പ്രാവശ്യം പോയി ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്, എനിക്കറിയാം. ഏത് ചാനലാണെന്ന് പറഞ്ഞാൽ അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് മാറ്റാൻ പറയാം. അതുപോലെ തന്നെ ഡിമാൻഡിംഗ് ഫുഡ്സിലാണെങ്കിലും ശരി, ഞാൻ അവരെ സമീപിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ആങ്കർ എന്ന് പറയുന്നത്, ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അവിടെ ഷോ പ്രൊഡ്യൂസറോട് അന്വേഷിച്ചിട്ട് എനിക്ക് ഇട്ട ഓഡിയോ ആണ്. ചേച്ചി അത് ഞങ്ങൾ ചോദിച്ചു, അത് ആ കുട്ടിയുടെ വായിന്ന് വീണ് പോയതാണ്, സോറി, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ ഞങ്ങൾ ട്രിം ചെയ്ത് തരാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അല്ല, അത് ബിഹൈൻഡ് ഗുഡ്സ് അല്ല, അത് മഴ
എനിക്കറിയില്ല, കാരണം എനിക്ക് ചാനൽസിന്റെ പേരും അറിയില്ല. അപ്പൊ ശരി, അതൊക്കെ ഇതിപ്പോ ചരിത്ര നിമിഷമാണിത്, രേഖപ്പെടുത്തുക കാലമേ. ഒരു ഡിവോഴ്സ് കേസ് ഇൻസ്റ്റാഗ്രാമിൽ സോൾവ് ആയിരിക്കുകയാണ്. അതുകൊള്ളാം കേട്ടോ. സിബിന്റെ ഈ സംസാരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യം എല്ലാം ആ ഒരു ലെവലിൽ സംസാരിക്കും. അപ്പൊ ചരിത്ര നിമിഷമാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ, ഇത് ബാക്കി ഫുൾ വീഡിയോ ഇതിന്റെ ഉമ്മാരുടെ ചാനലിലുണ്ട്. ഞാൻ എന്തായാലും ഇത്രേ കൊടുക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ സംഭവം കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവമാണ്, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇവർ രണ്ടുപേരും ലൈവിൽ വന്ന് അതൊന്ന് സോൾവ് ആക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും വാട്ടവർ, ഈ പറഞ്ഞതുപോലെ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ജനങ്ങളെടുത്ത് വെച്ച് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അതിൽ വേറെ മാറ്റമില്ല. അത് മാക്സിമം കൊണ്ടുവരാതിരിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ്. ആരെങ്കിലും എന്തെങ്കിലും മൂട്ടി വിട്ടാൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കല്ല ചെയ്യേണ്ട. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിബിൻ ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന ചിഞ്ചുവിനെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞ പോലും ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സിബിൻ ചെയ്ത തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് ഈ ഒരു ഇതിൽ. ഇപ്പോൾ ഒരു ഡിവോഴ്സ് ഒരു തീരുമാനം എടുക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളും കുറ്റങ്ങളും കാണാതിരിക്കില്ല. പിന്നെ അത് സിബിൻ നിങ്ങളുടെ തെറ്റുകൾ കൊണ്ട് പബ്ലിക്കിൽ ഇടാത്ത സിബിന്റെ മാന്യത എന്ന് പറയാൻ എനിക്ക് കഴിയത്തുള്ളൂ. പിന്നെ നിങ്ങളുകൊണ്ടെല്ലാം പബ്ലിക്കിൽ പബ്ലിഷ് ചെയ്തു, അത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, ഒരു രീതി. എന്തായാലും ഇതിന്റെ ഇടയിലൊക്കെ പെട്ട് ചുമ്മാ ജനങ്ങളുടെ വായിലിരിക്കുന്നതും ഈ പറയുന്ന പോലെ ജനങ്ങൾ നിങ്ങളെ തന്നെയാണ് ഒരുമാതിരി പുച്ഛത്തോടെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കൊണ്ടിടുമ്പോൾ ആലോചിച്ച് കൊണ്ടിടുക, അല്ലെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.